ഞാനിന്നൊരു കുഞ്ഞു കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ നേരത്തെ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ നമ്പർ കേക്കിൻ്റെ. ആ നമ്പർ കേക്കിൻ്റെ റെസിപ്പിയിൽ നമ്മൾ ഒരു നടുഭാഗത്ത് നിന്നും ഒരു ചെറിയ പീസ് എടുത്ത് മാറ്റി വെച്ചിരുന്നു. ആ ഒരു പീസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതെന്താ ഒരു ചെറിയ കേക്കാക്കി നോക്കിയാലെന്ന്. അങ്ങനെ ഞാൻ ചെയ്തതാണ് ഈ ഒരു കേക്ക്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ തോന്നി, അങ്ങനെ വീഡിയോ ആക്കിയതാണ്. അപ്പോൾ ആ ഒരു കേക്ക് കുഞ്ഞു കേക്കായിരുന്നു. വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു ചെറിയ പാർട്ട് മാത്രമേ അതിലൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു പീസ് വെച്ചിട്ട് അതിനെ ഞാൻ പിന്നീട് ലെയറാക്കി കട്ട് ചെയ്തിട്ട് ചെയ്തതാണിത്. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെ ചെയ്തതെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് ഞാൻ ആദ്യം ഒരു വേസ്റ്റ് എടുത്ത് വെച്ചിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് വിപ്പിംഗ് ക്രീം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്, നമ്മുടെ കേക്ക് ഒന്ന് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ കേക്ക് ആദ്യമേ 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഒരു ലെയർ നമുക്ക് ഈ ഒരു ബേസിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി ഇത് നമുക്ക് കേക്കിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ടോ അതൊന്ന് നനച്ചെടുക്കണം. നന്നായിട്ട് നനയണം കേട്ടോ, എങ്കിലേ നമ്മുടെ കേക്ക് കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 3ാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊന്ന് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ കേക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക ഇതുപോലെ. ഇപ്പോൾ കേക്ക് ഞാൻ ഇവിടെ നന്നായിട്ട് മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ബാക്കിയുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ യെല്ലോ കളറിലും അതുപോലെ തന്നെ ഗ്രീൻ കളറിലും വിപ്പിംഗ് ക്രീം ആക്കി എടുത്തിട്ടുണ്ട് പൈപ്പിംഗ് ബാഗിൽ. ഞാനിവിടെ ലീഫിൻ്റെ നോസിൽ യൂസ് ചെയ്തിട്ടാണ് ഇതിൽ ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 വിധത്തിലുള്ള നോസിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന ഇലകളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നോസിലും, അതുപോലെ തന്നെ ഒന്ന് ഇലകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് തന്നെ, എന്നാൽ അധികം നമ്മൾ യൂസ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു നോസിലുമാണ്. ഇതാണ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. യെല്ലോ കളറിലുള്ള നോസിൽ അധികം പേരും യൂസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ സാധാരണയായി ലീഫ് വരയ്ക്കാൻ ഈ ഒരു നോസിലാണ് നമ്മൾ യൂസ് ചെയ്യാറ്, ഈ ഗ്രീൻ കളറിലുള്ള നോസിൽ. ഈ 2 നോസിലും വെച്ചിട്ടാണ് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.